മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇതാണ് പേര ആകെ പൊളിച്ച് കള്ളം കയറിയതാണ് ഇന്നലെ രാത്രി കേട്ടാ. റമദാൻ മാസമാണ്. അപ്പോൾ കള്ളന്മാർക്ക് റമദാൻ മാസം ഒന്നും ഒരു വിഷയമല്ല മക്കളെ. ഇതൊക്കെ ഇന്നലെ പൊട്ടിച്ചാണ്. ഇവിടെ ലോക്കൊക്കെ ആകെ പൊട്ടിച്ച് ആകെ ഇരപ്പാക്കിയിരിക്കുന്നു. ഉണ്ടാ കള്ളന്മാർക്ക് ഒന്നും ഒരു വിഷയമല്ല. റമദാൻ മാസം ഒന്നും ഒരു വിഷയമല്ല. ഈ റൂം ലോക്കായിരുന്നു ഇന്നലെ രാത്രി. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സംഭവം ആകെ പൊളിച്ചിരപ്പാക്കിക്കും. ജളാപ്പാൻ്റെ വീടാണ്. ഉണ്ടാ ഇവിടെയൊക്കെ ആകെ പൊളിച്ച്. അതേപോലെ ആദ്യം ഇവിടെ അടിയൊന്ന് തട്ടി നോക്കിയിരിക്കണം. ഈ ഡോറൊന്ന് തട്ടി കഴിഞ്ഞാൽ അവിടെ കണ്ട സ്ക്രാച്ച് അടി നല്ല തട്ടി വയ്ക്കുന്നത്. അപ്പോൾ അടിയിൽ കുറ്റിയിട്ടിക്കണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. അവിടെ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷേ ഈ ലോക്കൊക്കെ പൊട്ടിച്ച് ഇവിടെ കയറിയൊക്കെ പാടെ അപ്പുറത്തെ ആ റൂമിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ കള്ളൻ എന്ത് ചെയ്ത് ഇവിടെ ഒച്ചപ്പാടായിട്ടപ്പോൾ ഇതൊന്നും തുറന്നിട്ടില്ല. കണ്ടാ. അപ്പം അതിന് വേണ്ടി എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. റമദാൻ മാസമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമൊന്നും ഉറങ്ങണ്ട. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക. വീട്ടിൻ്റെ ചുറ്റുവട്ടം അതേപോലെ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഈ ലോക്കൊന്നും തുറന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ തൊടാൻ പറ്റില്ല. കാര്യം പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ലോക്കാണ്. ഇത് ലോക്കിട്ട റൂമുമാണ്. ഇത് എല്ലാ അൽമാറയും ലോക്കാണ്. പക്ഷേ ഈ അൽമാറൊന്നും തുറന്നില്ല ആള്. ഇവിടെ കയറിയ പാടെ തന്നെ ഇതിൻ്റെ ഡോറ് പൊട്ടിച്ച്. ഇത് ലോക്കാണെന്ന് കണ്ടപ്പോൾ ഡോറിൻ്റെ ലോക്കാണ് പൊട്ടിച്ചിട്ടുള്ളത്. എങ്ങനെ പൊട്ടിച്ചു എന്നുള്ളത് ഒരു വ്യക്തമല്ല. ഇവിടെയൊക്കെ അടിച്ച് ആകെ തിരപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലാളുണ്ട് കേട്ടോ. 7 റൂമിൽ ആളുണ്ടായിരുന്നു. പക്ഷേ ഈ ആളെ റൂമിലുള്ള അനക്കം കൊണ്ടാണോ എന്നറിയില്ല. അതിൻ്റെ ഉള്ളിലത്തെ അൽമാറയും കാര്യങ്ങളൊന്നും ഡോറും കാര്യങ്ങളൊന്നും തുറന്നിട്ടുമില്ല ആൾ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. നല്ല ഉറക്കമൊന്നും ഉറങ്ങണ്ട. ഈ റമദാൻ മാസമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ്. ട്രാഫിക്കൊക്കെ പോകുന്ന ആളുകൾ വീടും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ട് വേണം ട്രാഫിക്കൊക്കെ പോകാൻ. വീടും കാര്യങ്ങളും തുറന്നിടരുത്. നമ്മൾ വീട്ടിലെ ആളുകൾ കയറി കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ. ഇത് ഓൾറെഡി ഓപ്പൺ ആണ്. ഈ റൂം ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഈ റൂമിക്ക് ആളെന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല. ഇവിടെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. കാര്യം ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഈ റൂമിൽ കയറിയിട്ടുള്ളത് ഈ റൂമിലാണ്. ഈ റൂം ഓൾറെഡി ലോക്കായിരുന്നു. ഇത് അപ്സ്റ്റെയർ ഇട്ടാ. അപ്സ്റ്റെയറാണ്. ഈ വീടിൻ്റെ അപ്സ്റ്റെയറാണ്. അപ്പോൾ താഴത്തുനിന്ന് എങ്ങനെ കയറിയെന്ന് വെച്ചാൽ താഴത്തുനിന്ന് ആൾ കയറിയിട്ടുള്ളത് പിന്നെ കിച്ചണിൻ്റെ ലോക്ക് പൊട്ടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ. കിച്ചൺ വഴിയാണ് ആൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ റൂമുകളുണ്ട്. ഇതൊക്കെ റൂമുകളാണ്. ഇവിടെയൊക്കെ റൂമുകളുണ്ട്. പക്ഷേ ഈ റൂമിക്കൊന്നും ആൾ കയറിയിട്ടില്ല. കയറിയത് ഇവിടെ ഇതുമായി ഈ ലോക്ക്, അതായത് കിച്ചണിൻ്റെ ഈ ലോക്ക്, കിച്ചണിൻ്റെ ഈ ലോക്ക് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്ത് ആൾ കയറിയ പാട് നേരെ കയറിയത് മുകളിലത്തെ റൂമിലേക്കാണ്. ഇവിടെയൊക്കെ ആൾപ്പെരുമാറ്റവും അതേപോലെ സംസാരം കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ റൂമുകളിൽ ഉണ്ടായപ്പോഴേ പോയത്. അപ്പം അതേപോലെ ഈ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫാക്കാത്ത സ്വിച്ചാണ്. പക്ഷേ ഇത് ഓഫാക്കിയിട്ട് ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ ഈ വർക്ക് ഏരിയയിൽ അതിൻ്റെ ഇതും ഡബ്ബിയും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അതിലൊന്നും കിട്ടാതായപ്പോഴാണ് മുകളിൽ കയറിയില്ല. അപ്പോൾ ആ റൂമിൽ ആളില്ല, ആളെനക്കും ഇല്ല, ലൈറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ റൂമിൽ കയറിയിട്ട് ആളെന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡോറിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ആകെ ഇരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾ വീടൊന്നും തുറന്നിടാതെ വീടൊക്കെ പൂട്ടി ഭദ്രമായിട്ട് പോവുക. കാര്യം വീട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അറിയില്ല. രാത്രിയാണ് ഇവന്മാരുടെ പരിപാടി. എന്തായാലും നമുക്ക് നോക്കാം.